വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് കോളേജ് വിട്ടേ പറ്റും. പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ സെയിം റുട്ടീൻ ചെയ്താൽ നമുക്കത് നടക്കാൻ പോകുന്നില്ല. ഐ വിൽ സ്റ്റാർട്ട് നോട്ടിസിങ് ദ റിസൾട്ട്. ഐ ഡോണ്ട് ഹാവ് ദി എനർജി ടു ഡു എ 45-minute workout. So then I go to my plan B. The way she breaks phone addiction is by implementing phone office hours. You are someone who believes in manifestation and visualization. Guys, welcome back to my channel. എനിക്ക് ആക്ച്വലി അറിയും കൂടിയില്ല ഞാൻ എങ്ങനെ ഈ ലെവലിൽ എത്തിയത്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് കോളേജ് വിട്ടേ പറ്റൂ, കാരണം എനിക്ക് പഠിക്കാൻ ഒരു താല്പര്യമില്ല, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമില്ല. ഞാൻ കോളേജ് പഠിച്ചത് NIT ട്രിച്ചിയിലായിരുന്നു, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. എനിക്ക് കോളേജിൽ പോണ സമയത്ത് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് മെഡിക്കൽ ഫീൽഡിലായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം എത്ര ഡിഫിക്കൽട്ടാണ് നീറ്റൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ബിക്കോസ് ഞാൻ പഠിക്കുന്നതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അബവ് ആവറേജ് ആയിരുന്നു. സ്കൂളിൽ അബവ് ആവറേജ് ആയിരുന്നു. പക്ഷേ അബവ് ആവറേജ് ഗെറ്റിംഗ് ഇൻ ടു എ മെഡിക്കൽ കോളേജ് വിത്ത് ആൻ അബവ് ആവറേജ് മാർക്ക് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് നാട്ടിൽ. ഓക്കെ ഫൈൻ. പിന്നെ എഞ്ചിനീയറിംഗിന് തന്നെ കയറാൻ പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കയറിയിട്ട് ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ എനിക്ക് തോന്നി അത് ഞാൻ ഇനിത് പാസ്സാകാൻ പോകുന്നില്ല. പിന്നെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കിപ്പോൾ വിട്ടേ പറ്റൂ, വീട്ടിൽ തന്നെ വന്നിട്ടിരിക്കാം, കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഓഫ് കോഴ്സ് ആ സമയത്ത് എൻ്റെ പേരൻസ് ഒട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നില്ല, താങ്ക് ഗോഡ്. കാരണം അവർ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു വെച്ചാൽ ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. എനിക്ക് ഒരു കാര്യം ക്ലിയർ ആയിരുന്നു, പക്ഷേ എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് ജോലി വേണം, എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ജീവിക്കണം എന്നായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. ഫാസ്റ്റ് ഫോർവേഡ് ഹൗ മെനി ഇയേഴ്സ് ഹാസ് ഇറ്റ് ബീൻ? ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 5 years ആയി, ആൻഡ് താങ്ക് ഗോഡ് തിങ്സ് ഡിഡ് വർക്ക് ഔട്ട് ഇൻ ദി എൻഡ്. പക്ഷേ എങ്ങനെ അത് വർക്കൗട്ട് ചെയ്തു എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോണത് നിങ്ങളോട് ഈ വീഡിയോയിൽ. നമ്പർ 1, നത്തിങ് വിൽ ഹാപ്പൻ ഇൻ യുവർ കംഫർട്ട് സോൺ. എന്തായാലും കംഫർട്ട് സോണിൽ ഇരുന്നാൽ ഒന്നും നടക്കാൻ പോണില്ല. അത് ഐ തിങ്ക് ഐ ആം ദ മോസ്റ്റ് ക്ലിയർ എക്സാമ്പിൾ ഫോർ ദാറ്റ്. NITയിൽ പോയിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറഞ്ഞാൽ 100% ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. അതും ഞാൻ ട്രിച്ചിയിലാണ് പഠിച്ചത്. ആ സമയത്ത് എനിക്ക് ലാംഗ്വേജ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് അധികം ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ താങ്ക്ഫുള്ളി ഇൻ ദി എൻഡ് ഐ മെയ്ഡ് എ ഗുഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. പക്ഷേ എനിക്ക് ഒട്ടും അത് ഈസി ആയിരുന്നില്ല. ബിക്കോസ് ഐ ഡിഡ് ഇറ്റ്, ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ദ ജോബ് ദാറ്റ് ഐ ഹാവ് റൈറ്റ് നൗ. ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇൻ്റർവ്യൂവിൽ കുറേ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത് ആക്ച്വലി NITയിൽ പഠിച്ചുകൊണ്ടാണ്. കാരണം അവർ NITയിൽ ശരിക്കും അവർ നമ്മളെ ഗ്രിൽ ചെയ്യും, നമ്മളെ ഭയങ്കര നമുക്ക് അത്രയും ഒരു കോമ്പറ്റൻസ് ഉണ്ടെങ്കിലേ നമ്മൾ ആ കോളേജിൽ സർവൈവ് ചെയ്യാൻ പറ്റും. സോ ടിപ്പ് നമ്പർ 1 ഈസ് ഓൾവേസ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ, ബിക്കോസ് നത്തിങ് ഗുഡ് ഹാപ്പൻസ് വിത്തിൻ യുവർ കംഫർട്ട് സോൺ. നമ്മൾ മോസ്റ്റ്ലി കംഫർട്ട് സോണിൽ ഇരിക്കാൻ കാരണം അതും നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള എൻവയറമെൻ്റ് ആണ്. വെൻ യു ഡു ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗൈൻ യു കനോട്ട് എക്സ്പെക്ട് എനി ഡിഫറെൻറ്റ് റിസൾട്ട്, റൈറ്റ്? നമ്മൾ എല്ലാ ദിവസവും രാവിലെ ചെയ്തിട്ട് ഒരേ റുട്ടീൻ ചെയ്യുക, നമ്മൾ ഒരേ ഭക്ഷണം കഴിക്കുക, നമ്മൾ ഒരേ സ്ഥലത്തേക്ക് പോവുക, ഒരേ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഡിഫറെൻറ്റ് റിസൾട്ട് കിട്ടാൻ പോകില്ല. വാട്ട് എവർ റിസൾട്ട് യു ആർ ഗെറ്റിംഗ് സോ ഫാർ യു ആർ ഗോയിങ് ടു കീപ് ഗെറ്റിംഗ് ദാറ്റ്, വിച്ച് ഇസ് നോട്ട് എ ഗുഡ് തിങ്, ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് ആയത്. നമുക്ക് പക്ഷേ കൂടുതൽ ഗ്രോ ചെയ്യണം, പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ സെയിം റുട്ടീൻ ചെയ്താൽ നമുക്കത് നടക്കാൻ പോകുന്നില്ല. ഐ തിങ്ക് ദർ ഇസ് എ ഫേമസ് കോട്ട് ബൈ someone also. It is foolishness to assume that if you do the same thing you will get different results. I'll put the quote somewhere on the screen. പക്ഷെ അതാണ് കോട്ട് ആൻഡ് ഐ ട്രൂലി ലിവ് ബൈ ദാറ്റ്. കാരണം നമ്മൾ സെയിം കാര്യം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരേ കാര്യം ചെയ്താൽ ഒരേ റിസൾട്ടേ കിട്ടുള്ളൂ. ഇഫ് ഐ വോണ്ട് ടു ലൂസ് വെയിറ്റ് ലോസിൻ്റെ ഇക്വേഷൻ എന്താ? കാലറീസ് ഇൻ വേഴ്സസ് കാലറീസ് ഔട്ട് അല്ലേ? ഇനി എനിക്കറിയാം എൻ്റെ മനസ്സിൽ അത് ഞാൻ എന്തായാലും കുറച്ച് കാലറീസേ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം സപ്പോസ് ടു ഓൺലി eat 1300 calories every day, ഒരു 1700 കാലറീസ് കഴിക്കുന്ന ആൾക്ക് 1300 ആയിട്ട് കുറയ്ക്കണമെങ്കിൽ ആ 400 കാലറീസ് കുറയ്ക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ദാറ്റ് മീൻസ് യു നീഡ് ടു ഈറ്റ് ലെസ് ഫുഡ്, റൈറ്റ്? ആൻഡ് ആസ് സമ്മൺ ഹു ഹാസ് എ ബിഗ് ആപ്പറ്റൈറ്റ് എനിക്ക് സഡൻലി ഓവർനൈറ്റ് കുറയ്ക്കുമ്പോൾ എനിക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യത്തെ ദിവസങ്ങൾ മാത്രമേ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഒരു 1-2 ആഴ്ച എനിക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും ഈ കാലറീസ് കുറയ്ക്കാം. 400 കാലറീസ് കുറച്ചിട്ട് 1300 കാലറീസ് മാത്രം കഴിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ബോഡി അത് യൂസ്ഡ് ആവുമ്പോൾ suddenly eating 1700 calories or eating like normal എനിക്ക് ഭയങ്കര ഒരു uncomfortable feeling create ചെയ്യും. കാരണം I want to vomit because it's just too much food. My body can no longer handle 1700 calories. എന്ത് പുതിയ ഹാബിറ്റ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ആ ഡിസ്കംഫർട്ട് ഉണ്ടായേ പറ്റൂ. കാരണം എന്തെങ്കിലും നമ്മൾ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. ആ അൺകംഫർട്ടബിൾ ഫീലിംഗ് മാത്രം നിങ്ങൾ ജസ്റ്റ് പെർസിസ്റ്റ്
adjust ചെയ്താൽ മതി. Suddenly the changed behavior is going to be what you're used to. അപ്പോൾ suddenly 1300 calories ആയിരിക്കും എൻ്റെ what my body is used to. Then it will be easier for me to reduce the calories further. നമുക്കൊരു goal ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു intention set ചെയ്യണം. Then you have to set how to reach that goal, right? So for example, if I want to lose weight, my intention is to lose weight. How I'm going to reach that goal? Either I'll work out a lot or I will cut my calories. അപ്പോൾ ഞാൻ calories cut ചെയ്യാൻ പോവാണ്. And then you need to stay consistent with that effort. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ നീച്ചിട്ട് തീരുമാനിക്കണം അത് ഇന്ന് ഞാൻ 1300 calories മാത്രമേ കഴിക്കാൻ പോകുള്ളൂ. ആദ്യത്തെ ദിവസങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഫീലിംഗിൽ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ I will start noticing the results. ആദ്യം നമ്മളെല്ലാം നോട്ടീസ് ചെയ്യുക by the way. ആദ്യം നമ്മളുടെ ചുറ്റുള്ള ആൾക്കാരാണ് നമ്മളതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഓക്കെ you know you have lost some weight. ആ ഒരു കോംപ്ലിമെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതലൊരു മോട്ടിവേഷൻ ആവും. അത് മേ ബി I should keep going forward. Maybe I should keep cutting calories. If I keep eating 1300 calories, I will be able to reach my goal. Motivation is what gets you started, but discipline is what is going to keep you going. ഇതൊരു famous quote ആണ്. Another famous quote by one of my favorite creators or influencers or life coaches is Mel Robbins. Mel Robbins ഒരു നല്ലൊരു quote ഉണ്ട്. അത് 5-second rule ആണ്. And this is a Mel Robbins 5-second rule. The moment you have an instinct to act on a goal, you must 5, 4, 3, 2, 1 and physically move your body. Otherwise your brain will stop you. And this is such a good rule and I think I live by it all the time. For example, എനിക്ക് ഈ വീഡിയോ ഫിലിം ചെയ്യണം മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ക്യാമറ എടുത്തിട്ട് ബാറ്ററി ചാർജ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാൻ പോകണ്ട. ബിക്കോസ് ദ മോർ യു സിറ്റ് ഓൺ ദിസ് ഐഡിയ, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിലിങ്ങനെ കുറച്ച് നേരം കുത്തി ഇരുന്നിട്ട് ഞാൻ ഇനി കുറച്ചും കൂടി ഓവർ തിങ്ക് ചെയ്യട്ടെ, ഇത് ശരിക്കും നല്ല ഐഡിയ ആണോ, ഇത് ചെയ്യണ്ടേ എന്നൊക്കെ നമ്മൾ കുറേ നേരം ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവസാനം ചെയ്യില്ല. 100% ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് ഫോർ മീ ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് ദ മിനിറ്റ് ഐ ഹാവ് എൻ ഐഡിയ ഞാൻ അപ്പം തന്നെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ അത് ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് എ വെരി എഫിഷ്യൻറ്റ് വേ ടു അറ്റ്ലീസ്റ്റ് ഗെറ്റ് യു സ്റ്റാർട്ടഡ് ഓൺ വാട്ട് യു വാണ്ട് ടു ഡു. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിലോ, അതോ നിങ്ങൾക്കൊരു പുതിയ കോഴ്സ് പഠിക്കണമെങ്കിലോ, അതോ ഡ്രൈവിംഗ് ലെസൺസ് എടുക്കണമെങ്കിലോ, എന്തൊരു ഗോളോ എന്തൊരു എയിം ഉണ്ടെങ്കിലോ, ഇഫ് you know implement this 5-second rule. If you get started in 5 seconds, within 5 seconds of having the goal in your mind, you are going to be unstoppable. The second thing that I did to make sure that my life is in order and to make sure my goals and my aims are met is that ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. ആൻഡ് എൻ്റെ ലിസ്റ്റ് മോസ്റ്റ്ലി എൻ്റെ ഫോണിലാണ്. ഇറ്റ്സ് ഇൻ ദ നോട്ട്സ് ആപ്പ് ഇൻ മൈ ഫോൺ. കാരണം എനിക്കറിയാതെ മോസ്റ്റ് ഓഫ് ദ ടൈം പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് എന്തായിരുന്നു വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു ബുക്ക് എൻ്റെ കയ്യിൽ വെച്ചിട്ട് ആ ബുക്കിൽ മാത്രമേ എഴുതുള്ളൂ. സോ ഇഫ് ഐ ഡോണ്ട് ഹാവ് എ ബുക്ക് നെക്സ്റ്റ് ടു മീ ഐ എൻഡ് അപ്പ് നോട്ട് റൈറ്റിംഗ് മൈ ടു ഡു ലിസ്റ്റ് ഓൾ ടുഗെദർ. ഒരു കാര്യം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, എൻ്റെ ഫോൺ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ തീരുമാനിച്ചു അത് എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. യൂഷ്വലി ഞാൻ രാവിലെ നീക്കേണ്ട ഒരു 5-5:30 ഞാൻ രാവിലെ നീക്കാറ്. അപ്പോൾ ആ സമയത്ത് തന്നെ ബെഡിൽ നിന്ന് നീക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഐ മേക്ക് എ ടു ഡു ലിസ്റ്റ് ഫോർ മൈ സെൽഫ്. കാരണം നോട്ട്സ് ആപ്പിൽ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് ചെയ്യാമല്ലോ, ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പം ഞാൻ നോട്ട്സ് ആപ്പ് പോയിട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഐ സ്റ്റാർട്ട് ക്രോസിംഗ് ഓഫ് ദ തിങ്സ് 1 by 1. പിന്നെ എൻ്റെ ടു ഡു ലിസ്റ്റ് ഹാക്ക് എന്താ വെച്ചാൽ ഞാൻ ഈവൻ ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും കൂടി എൻ്റെ ടു ഡു ലിസ്റ്റിൽ എഴുതും. ഓക്കെ, സംടൈംസ് ഐ ഈവൻ റൈറ്റ് തിങ്സ് ലൈക്ക് ക്ലീൻ മൈ റൂം. അതൊക്കെ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ എന്നാലും അത് എഴുതും. കാരണം അറ്റ്ലീസ്റ്റ് എനിക്കറിയാം എൻ്റെ മനസ്സിൽ ഞാനത് ചെയ്തു. ചെറിയ ടാസ്ക് ആണെങ്കിലും കൂടി ഞാൻ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ട് ഞാനത് ടിക്ക് ചെയ്യുമ്പോഴേ ആ ഒരു ഡോപ്പമീൻ ഹിറ്റ് നമുക്ക് മനസ്സിൽ കിട്ടുന്നത് അത് എന്തായാലും വേറെ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോകില്ല. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദോസ് തിങ്സ് വെയർ ഡോപ്പമീൻ ഇസ് ബേസിക്കലി എ happy hormone. Basically this hormone that gets released in your mind as soon as when you feel happy. And when I tick something from my to-do list, I suddenly feel happy. That is just my reality. അപ്പം ഞാൻ എല്ലാ ചെറിയ ടാസ്ക് ആയാലും വലിയ ടാസ്ക് ആയാലും ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ചെയ്തു. ടാസ്ക് ചെയ്യുമ്പോഴെല്ലാം ഞാൻ ക്രോസ് ഔട്ട് ചെയ്യുക. ഞാൻ അവസാനം ടാസ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയാണ് ഞാൻ ക്രോസ് ഔട്ട് ചെയ്യാറ്. പക്ഷെ ഞാൻ എപ്പോൾ ക്രോസ് ഔട്ട് ചെയ്യുമ്പോഴും എനിക്കൊരു ഇന്നർ ഹാപ്പിനെസ് കിട്ടും. അത് ഓക്കെ, ഐ ഹാവ് അച്ചീവ്ഡ് ദിസ് തിങ്, ഐ മാനേജ് ടു ക്രോസ് ദിസ് തിങ് ഔട്ട് ഓഫ് മൈ ടു ഡു ലിസ്റ്റ്. സോ ടുഡേ ഹാസ് ബീൻ എ successful day. To-do list എഴുതുമ്പോൾ you need to time block your activities. Okay, for example, if you are someone who goes to work from 9
AM to 5 PM, that is a time block. അത് നിങ്ങളുടെ corporate work hours ആണ്. If you want to cook dinner from 6 PM to 7 PM, then you can make that a time block. If you want to relax and enjoy a movie from 9 PM to 10 PM, that is a time block. Mentally ഒരു time block ചെയ്താൽ you will ensure somehow your brain will work to make sure that your activity is completed in that fixed time. Now, even if it is not completed in that fixed time, at least നിങ്ങൾക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും അത് ഓക്കെ ഈ ആക്ടിവിറ്റി ശരിക്കും 2 മണിക്കൂറിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി ആയിരുന്നു, പക്ഷെ ഞാൻ 3 മണിക്കൂർ എടുത്തു. സോ ഐ വിൽ allow myself that extra time. So mentally you will have a clock going off in your mind that okay, I have taken too much time here, so I need to reduce the amount of time that I spend there. Point number 4 എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സ് രാവിലെ നേരത്തെ ചെയ്യണം. If you are a morning person, okay, personally ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. എനിക്ക് കൂടുതൽ എനർജിയും കൂടുതൽ I feel so much more refreshed. I feel like I have so much more time and energy in the morning. അപ്പം ഞാൻ എൻ്റെ ഏറ്റവും productive, the biggest items in my checklist, I'll try to tick it off first thing in the morning, and I think you should do the same. നിങ്ങൾക്ക് എപ്പോഴാണോ, if you are a night person, if you are an evening person, if you feel like you have more energy in the afternoon, which is very rare, if you feel like you have the most amount of energy at one particular time in the day, ആ സമയത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ എന്തിനാണെന്നറിയോ പറയുന്നത്, ചിലപ്പോഴൊക്കെ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലിസ്റ്റിൽ കുറേ ടൈപ്പ് ഞാൻ ടാസ്ക്സ് ഇടാറുണ്ട്. ഓക്കെ, ഐ ഈവൻ റൈറ്റ് തിങ്സ് ലൈക്ക് ഗോ ടു ദ സലോൺ, ഫിൽം എ വീഡിയോ, ടേക്ക് എ ബാത്ത്, അങ്ങനത്തെ ഒക്കെ ടാസ്കും ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ഇഫ് ഐ എം ഫീലിംഗ് വെരി ലേസി, വാട്ട് ഐ ഡു ഇസ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ ടാസ്കില്ലേ ഏറ്റവും ഇങ്ങനെ മൈൻഡ്ലെസ് ടാസ്ക് അതൊക്കെ ഞാൻ രാവിലെ നേരത്തെ തന്നെ ചെയ്യും. കാരണം ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഇസ് സോ മച്ച് ഫൺ ടു ഗോ ടു ദ സലോൺ ആൻഡ് കട്ട് യുവർ ഹെയർ. ലൈക്ക് who doesn't want to do that? അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ നേരത്തെ തന്നെ ചെയ്യുമ്പോൾ എനിക്കുള്ള ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഒക്കെ ഞാൻ പോസ്റ്റ്പോൺ ചെയ്യും. ഞാൻ ഉച്ചയ്ക്കോ രാത്രിയോ ചെയ്യാൻ വേണ്ടി പോസ്റ്റ്പോൺ ചെയ്യും. ആൻഡ് ആസ് എ മോർണിംഗ് പേഴ്സൺ ഞാൻ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഉച്ചയ്ക്കോ രാത്രിയോ ചെയ്യാൻ പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ ഐ എൻഡ് അപ്പ് നോട്ട് ഡൂയിങ് ദ ടാസ്ക് ഓൾ ടുഗെദർ. സോ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സ് ആർ ഡൺ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. ഓൾ ദ ലെസ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സ് ആർ ഡൺ later in the afternoon. Now, if you're working in a career where you have a lot of meetings and you have to be creative, etc., I suggest you do all these meetings and creative tasks and all in the afternoon. ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് മോസ്റ്റ്ലി നമ്മളുടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള മൂഡ് പോണത്. So I think that is the best time to be creative and to attend meetings, because this is the time when you can just socialize and you can basically get that meeting out of the way. മീറ്റിംഗ്സിലൊക്കെ നമ്മൾ സംസാരിച്ചേ പറ്റൂ. അപ്പോൾ മീറ്റിംഗ്സിലൊന്നും നമുക്ക് ഇരുന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ടാസ്ക് മീറ്റിംഗ്സ് ആയാലും ക്രിയേറ്റീവ് ടാസ്ക് ആണെങ്കിലും അങ്ങനത്തെ ഒക്കെ ടാസ്ക് നിങ്ങൾ ഉച്ച ശേഷം വെച്ചാൽ അറ്റ്ലീസ്റ്റ് you will feel like, even if it's a dry period where you don't feel like working, you will feel more productive because at least you're attending meetings, at least you're contributing in meetings. I think it's Mark Zuckerberg എപ്പോഴും ഒരു ഗ്രേ ഷർട്ടും ഒരു ബ്ലൂ ജീൻസും മാത്രമേ ഇടാറുള്ളൂ. ഇപ്പം അയാളുടെ ഫാഷൻ സെൻസ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ previously and all, when he first started Facebook, Mark Zuckerberg is the founder of Facebook. When he first started Facebook, he used to only wear a grey shirt and blue jeans. And why did he do this? Because he felt like choosing what to wear was wasting his energy. So he was trying to save his energy for bigger decisions in his day. I spend way too much energy trying to decide what to wear. എല്ലാ ദിവസവും രാവിലെ ഞാൻ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ 40 മിനിറ്റ്സ് ഇങ്ങനെ കബേർഡിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഐ എം ഗെറ്റിംഗ് സോ എക്സോസ്റ്റഡ് ജസ്റ്റ് ട്രൈങ് ടു ഡിസൈഡ് വാട്ട് ടു വെയർ, ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിസിഷൻ ദാറ്റ് ഐ ഹാവ് ടു മേക്ക് ഇൻ ദ ഡേ. അധികം എനർജി നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല ഇങ്ങനെ ചെറിയ ചെറിയ ഡിസിഷൻസിൽ. സോ പേഴ്സണലി വാട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇസ് ദാറ്റ് ഞാൻ പ്രീവിയസ് നൈറ്റ് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പുറത്ത് വെച്ചില്ലെങ്കിലും മനസ്സിൽ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്യും ഞാൻ എന്താ ഇടാൻ പോകണം നെക്സ്റ്റ് ഡേയിൽ ഓഫീസിൽ ഞാൻ എന്താ ഇടാൻ പോകണം. അതർവൈസ് ഇഫ് ഐ ഡോണ്ട് ഡിസൈഡ് ദ പ്രീവിയസ് ഡേ, I have a rule for myself that at least within the first 5 to 10 minutes of opening my cupboard in the morning, ഞാൻ ഒരു ഔട്ട്ഫിറ്റ് പിക്ക് ചെയ്യണം. I will not spend more than 10 minutes trying to decide what to wear to office. Stopped wasting time on less important things, and I started using that time and energy on more important things. The next tip is what I am the most excited for, which is ensure that you're doing at least 1 or 2 mental well-being tasks every single day. Usually ended ഏറ്റവും favorite mental health tasks are number 1, I meditate for at least 10 minutes every single day, and I ensure that I go on a walk or at least take 10,000 steps every single day. Now you can have many kinds of tasks like this which are for your mental health.
you can read a book for at least 30 minutes, or you can read the news for at least 30 minutes. I mean, reading the news is not really good for your mental health. പക്ഷെ ഞാൻ പറയാണ്, ഇതൊക്കെ നിങ്ങളുടെ ഓവറോൾ ജനറൽ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക്സ് ആണ്. Or you can, talk to your family for at least like 10 to 15 minutes. So these are tasks that you can include in your day-to-day schedule to make sure that you are not going insane. Okay? കാരണം I can confirm, ഞാൻ എല്ലാ ദിവസവും രാവിലെ 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ യൂഷ്വലി സ്പോട്ടിഫൈ ആപ്പില്ലേ, ഫോണിൽ സ്പോട്ടിഫൈ ആപ്പിൽ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, മൈൻഡ്ഫുൾ ഇൻ മിനിറ്റ്സ്. ഇറ്റ് ഇസ് ഫുൾ ഓഫ് മെഡിറ്റേഷൻസ് വിച്ച് ആർ 10 to 15 minutes long. Ever since I started doing these mental health, mental well-being tasks, my energy has improved, my mood has improved. I've just significantly become a happier person. And it doesn't even have to be meditation. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം that brings you joy. Make a list of things that brings you joy and do it every single day, and allocate some fixed time for it, and ensure that no one else is bringing any other tasks or giving you any other responsibilities that is going to ruin your me time. Ee samayathu ningal vera oru karyangalum cheyan patte. This is the time that you spend for yourself, for your mental health. Ende adutha tip endha chala, always have a plan B and plan C along with plan A. Okay, I think this is a tip that I think a lot of procrastinators will like, including me, which is why I have this tip for you guys as well. For example, ഞാൻ തീരുമാനിച്ചു അത് എല്ലാ ദിവസവും രാവിലെ 9 to 10 മണി ഞാൻ ഒരു റിഗറസ് 45 minute വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. ഓക്കെ, പക്ഷേ ചില ദിവസങ്ങൾ I don't have the energy to do a 45 minute workout. So then I go to my plan B. Plan B in that chala, I'll just go to the gym for 20 to 25 minutes and I'll just walk on the treadmill. Atharelu. I don't have to do a HIIT workout. I don't have to, follow some rigorous group workout, etc. ഞാൻ just 20 minutes ഞാൻ treadmill നടക്കും. അത്രയുള്ളൂ. അതാണ് എൻ്റെ plan B. Okay, so much more easier than a 45 minute workout. Now, even if I don't have the energy for plan B also, my plan C is that instead of doing 20-minute workout in the gym or 20-minute treadmill workout in the gym, I'll just go outside and walk for however long I feel. Put on some music or put on a podcast and I'll just relax my body, and that will be my plan C. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ നീക്കുമ്പോൾ ആ ഒരു സെയിം ലെവൽ മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവാറില്ല. So you need to constantly prepare yourself for the worst. So when you have plan B and plan C along with plan A, at least you will be one thing. You will be consistent. നമുക്കൊരു മനസ്സിലൊരു ഗോൾ ഉണ്ടെങ്കിൽ ടു ഗെറ്റ് ടു ദ ഗോൾ യു നീഡ് ടു മേക്ക് കൺസിസ്റ്റന്റ് എഫേർട്സ്. എവറി സിംഗിൾ ഡേ യു നീഡ് ടു ഷോ അപ്പ് ഫോർ യുവർ സെൽഫ്. ഈവൻ ഇഫ് യു കനോട്ട് ഷോ അപ്പ് ഫോർ യുവർ സെൽഫ് ബൈ ഡൂയിങ് ദ 45 minute വർക്കൗട്ട് ഇൻ ദ മോർണിംഗ് വിച്ച് ഇസ് പ്ലാൻ എ, അറ്റ്ലീസ്റ്റ് ഒരു 20 minutes ട്രെഡ്മില്ലോ അറ്റ്ലീസ്റ്റ് ഒരു 10 minutes പുറത്തോ നമ്മൾ നടക്കുകയാണെങ്കിലും കൂടി യു ആർ അറ്റ്ലീസ്റ്റ് മേക്കിംഗ് പ്രോഗ്രസ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. സോ യാ, ഓൾവേസ് ഹാവ് plan A, but also have plan B and plan C. For my next advice, I think all of us, I need everyone's attention, okay? Because I'm pretty sure, especially if you are a Gen Z or you're a millennial or you are, what is the next Gen Z? What is the generation after Gen Z? I don't know, Gen Alpha or something. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രസന്റ് മൊമെന്റിൽ മോസ്റ്റ് പീപ്പിൾ ഐ നോ ഹാവ് ദ സെയിം പ്രോബ്ലം, വിച്ച് ഇസ് ഫോൺ അഡിക്ഷൻ, including me. I'm so addicted to my phone. I spend so much time on my phone. എൻ്റെ എല്ലാ ഫ്രീ ടൈമും ഞാൻ ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാറ്. ഇറ്റ്സ് മൈ ഹോബി. അറ്റ് ദിസ് പോയിന്റ് ഇറ്റ്സ് മൈ ഹോബി. ഓക്കെ, അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് കാലം മുമ്പേ, അറ്റ്ലീസ്റ്റ് ഒരു 5-6 months ബിഫോർ, ഞാനൊരു ക്രിയേറ്റർ കണ്ടു ടിക്ടോക്കിൽ, സിഫ് Heather Nando പറഞ്ഞിട്ട്. She said in the video that the way she breaks phone addiction is by implementing phone office hours. Okay, and I think this is a brilliant idea. For phone office hours എന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ 9 to 5 അല്ല ഓഫീസിലെ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിക്കാറ്. മോസ്റ്റ് പീപ്പിൾ 9 to 5 അല്ലെങ്കിൽ 8 to 6 ആണ് നമ്മൾ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിക്കാറുള്ളത്. സോ ദാറ്റ് ഇസ് our office hours. Similarly, നമുക്ക് ഫോണിന് വേണ്ടിയിട്ടും you can keep office hours. So if you tell yourself that every day ഞാൻ 10 to 11 മണി രാത്രി മാത്രമേ ഞാൻ ഫോണിൽ സ്ക്രോൾ ചെയ്യാൻ പോകുള്ളൂ വെച്ചാൽ, outside after 11 PM if something comes up,
it is outside of your office hours. You need to wait for the next office hour to take your phone again. Ever since I made a strict rule in my mind that I will only be on my phone from 10 to 11 p.m. I stopped scrolling on my phone unnecessarily, because that is my office hours. So I cannot scroll on my phone before the phone office hours or after the phone office hours. Pinna adu kayingittu end notification vannalum endu vannalum immediately I put my phone in do not disturb mode or sleep mode. If you have an iPhone, that's what you can use, and I go to sleep, because everything else is a problem for the next day. I think the next tip is something that I hold very close to my heart. Kanam idana ende ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ടിപ്പ്, എസ്പെഷ്യലി ആസ് സമ്മൺ ഹൂ ഇസ് addicted to their phone. 5 to 6 months back I decided that ഇങ്ങനത്തെ ആപ്സിലെ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഐപാഡിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. യൂഷ്വലി ഈ ആപ്പൊക്കെ നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ യു ക്യാൻ ജസ്റ്റ് സ്ക്രോൾ ഫോർ അവേഴ്സ്. നമുക്ക് എവിടെ കടന്നിട്ടും സ്ക്രോൾ ചെയ്യാം, നമുക്ക് ഇരുന്നിട്ടും സ്ക്രോൾ ചെയ്യാം, കഴിക്കുമ്പോഴും സ്ക്രോൾ ചെയ്യുക ഒക്കെ ചെയ്യാം. ഐപാഡിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് മോർ ടൈം. ഇനി ഇഫ് യു ഡോണ്ട് ഹാവ് എൻ ഐപാഡ് ഓർ എ നോട്ട് പാഡ് ഓർ വട്ട് എവർ, യു ക്യാൻ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് Instagram on your phone, you can use Instagram online on the web. കാരണം trust me, app ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കുറേ നേരം ഈ ആപ്പിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഇഫ് യു ഗോ ഓൺ ഇൻസ്റ്റഗ്രാം ഓൺ ദ വെബ്സൈറ്റ് ആൻഡ് ഇഫ് യു ട്രൈ ടു സ്ക്രോൾ ഓൺ ദ റീൽസ്, നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര ഡിഫിക്കൽട്ടാണ് സ്ക്രോൾ ചെയ്യാൻ. ഏത് പുതിയ റീല് കാണുമ്പോഴും യു ഹാവ് ടു അൺമ്യൂട്ട് ഇറ്റ്, ദെൻ യു ഹാവ് ടു മേക്ക് ഷുവർ ദ വോള്യൂം ഇസ് നോട്ട് ടു ഹൈ, ആൻഡ് ദെൻ by the time you're done watching it, it stops, and then you have to scroll again. It is very difficult to scroll on Instagram for too long. TikTok ആണെങ്കിൽ എനിക്ക് അറിയില്ല ഓൺലൈൻ ഉണ്ടോ, എനിക്ക് തോന്നുന്നു TikTok ആപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. Sometimes it is just the phone that you're addicted to. So make sure that ഇങ്ങനത്തെ ആപ്സ് നമ്മളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ അഡിക്ഷൻ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി കുറേ നേരം സംസാരിക്കുന്നുണ്ട്. So I'm going to get to the last point, which is again one of my favorite point, and I'm sure if you are someone who believes in manifestation and visualization, it will also be an exciting point for you, which is എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പേ ഞാൻ അടുത്ത ദിവസം എങ്ങനെയാണ് ആവണം എന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഹെൽപ്സ് മീ സോ മച്ച്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാണ്ട് ടു ഈറ്റ് ക്ലീൻ ദ നെക്സ്റ്റ് ഡേ, ഞാൻ എൻ്റെ അടുത്ത ദിവസം വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഐ വിഷ്വലൈസ് എവറി സിംഗിൾ മീൽ. ഞാൻ വിഷ്വലൈസ് ചെയ്യും അത് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ക്ലീൻ മീൽസ് മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ എക്സസൈസ് ചെയ്യും, ഐ വിഷ്വലൈസ് എക്സസൈസിങ്. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണം ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യും. ഞാൻ എൻ്റെ ബോസിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യും. ഞാൻ കൂടുതൽ പഠിക്കണമെന്നും വായിക്കണമെന്നും വിഷ്വലൈസ് ചെയ്യും. ആൻഡ് വെൻ യു വിഷ്വലൈസ് യുവർ സെൽഫ് ഡൂയിങ് ഓൾ ദീസ് നൈസ് തിങ്സ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദിവസം എങ്ങനെയോ ആ ഡയറക്ഷനിൽ പോകും. വെൻ യു ആർ വിഷ്വലൈസിങ്, ബൈ ദ വേ, യു നീഡ് ടു completely embody the feeling that you will feel when you get it as well. So yeah, ella ദിവസവും രാത്രി before you sleep, visualize exactly what you're going to do the next day, and you visualize how you feel when you accomplish all those things the next day as well. ഈ ഒരു വീഡിയോ ഓൾറെഡി ഒരു 10 minutes 15 minutes long ആയി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. But I'm very passionate about talking about manifestation and visualization. So if you want me to film more videos on manifestation and visualization, do leave it in the comments below, and I will definitely be filming one for you guys.